അപ്പൊ നമ്മുടെ ഈ KPH പോഡ്കാസ്റ്റിൽ വരുന്ന ഗസ്റ്റിനോട് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് വെൽത്ത് ബിൽഡ് ചെയ്യാനാണല്ലോ. അപ്പൊ നമ്മുടെ ഹെൽത്തും റിലേഷൻഷിപ്സ് ചിലപ്പോൾ ക്യാൻ ടേക്ക് എ ബാക്ക് സീറ്റ്. സോ ഹൗ ഡു യു ബാലൻസ് ഓൾ ദീസ് ത്രീ തിങ്സ് ഇൻ യുവർ ലൈഫ്? ഹെൽത്ത് ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പം കുറച്ച് നാളായിട്ടാണ് ഞാൻ ഭയങ്കര വെയിറ്റ് ഗെയിൻ ചെയ്ത ആളാണ്. 84-85 ഒക്കെ എത്തി. ഇപ്പം 73-72 എത്തിയിട്ടുണ്ട്. ലൈക്ക് ഷുഗർ കട്ട് ഫസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഡയറ്റ് ഭയങ്കരമായിട്ട് ഞാൻ ഒരു 8 hour ഫുഡ് മാത്രമല്ല, ബാക്കി ഞാൻ ടോട്ടലി ഒരു 6 മുമ്പായിട്ട് തന്നെ ഫുഡ് കംപ്ലീറ്റ്, ലഞ്ച് മീൻസ് ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 16 hour ഫാസ്റ്റിംഗ് ആണോ? ഒരു ഫാസ്റ്റിംഗ് മെയിൻലി ഒരു 8 hour വിൻഡോയിൽ ഫുഡ് കഴിക്കാന്നുള്ളൊരു സാധനം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറച്ചും കൂടെ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡാനി എന്ന് പറഞ്ഞ ട്രെയിനർ ഉണ്ട്. അപ്പൊ ട്രെയിനറായിട്ട് അങ്ങനെ വർക്കൗട്ട് ഒക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വർക്ക് മീൻസ് ഹെൽത്തിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇപ്പം റീസെന്റ്. കാര്യം കുറച്ചും കൂടെ ഫ്രീ ആയി വരുന്ന സമയത്താണ് അത് കുറച്ചും കൂടെ ചെയ്യും. ബിക്കോസ് ഹെൽത്ത് കോൺഷ്യസ് ആവണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഉണ്ടാവുള്ളൂ. പിന്നെ മൈൻഡും കുറച്ചും കൂടെ ഓക്കെ ആവും. കുറച്ചും കൂടെ നമുക്ക് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാവരും പോലെ തന്നെ എനിക്കും ADHD കൈൻഡ് ഓഫ് ഒരു പേഴ്സൺ തന്നെയാണ്. ഭയങ്കര ഹൈപ്പർ എനർജി അങ്ങനത്തെ വർക്ക് ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഈ ഒരു ഹെൽത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈപ്പായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് റീസെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഷുഗർ കംപ്ലീറ്റ്ലി, ദെൻ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി കുറെയൊക്കെ കുറച്ചു മീൻസ് റൈസ് ഒക്കെ കട്ട് ചെയ്തു. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ കുറച്ച് വ്യത്യാസം തോന്നിയിട്ടുണ്ട് ഈ ഒരു റീസെന്റ് സമയത്തായിട്ട്. പിന്നെ വെള്ളം നന്നായിട്ട് ഇപ്പോഴാണ് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഫോക്കസ്. ഞാൻ നോക്കുമ്പോൾ ഇവിടുന്ന് ഇതൊക്കെ കണ്ടിട്ടും വെള്ളമാണ് ചോദിക്കുന്നത്. വെള്ളം കുറച്ചും കൂടെ കുടിക്കാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്കൊക്കെ മാറി. അപ്പൊ അതൊക്കെയാണ് ചേഞ്ചസ് ഹെൽത്തിൽ വന്നിട്ടുള്ളത്. ഹെൽത്ത് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. ദെൻ റിലേഷൻഷിപ്പിലേക്ക് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്, ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം. എനിക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾ, ഫ്രണ്ട്സ് ആയാലും എല്ലാത്തിനും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളേ ഉള്ളൂ. ഐ പ്രിഫർ ലൈക്ക് ഓൾവേസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ലൈക്ക് വളരെ ലിമിറ്റഡ്. അപ്പൊ അവരുമായിട്ട് ഭയങ്കര കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, ഫ്രണ്ട്സ് ആയാലും ഒക്കെ. പിന്നെ കൂടുതലുള്ള ആളുകളും കോഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ട് അത്രയും കണക്റ്റഡ് ആണ്. എപ്പോഴും കോഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ആളുകളോട് പറയും ലൈക്ക് ദറ്റ് ഈസ് ഗുഡ് ഓൾസോ. ലൈക്ക് നിങ്ങൾക്ക് ഒരു 1 or 2 hours നിങ്ങൾക്ക് ഒരു റൂമിൽ അയാളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ആളെ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ എന്റെ വൺ ഓഫ് ദി കോഫൗണ്ടർ വിനേഷ് എന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു വീട്ടിലാണ് എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത്. ആള് ഹി വിൽ ഗോ ബാക്ക് ടു ഹിസ് ഹോം. ആളുടെ ഹോം കുറച്ച് ദൂരെയാണ്. പക്ഷെ ടിൽ വർക്കിംഗ് ഡേയ്സിലെല്ലാം ആൾ എൻ്റെ കൂടെ, ഞങ്ങൾ 3-4 യങ്സ്റ്റേഴ്സ് ആണ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത്, ഞങ്ങളുടെ കമ്പനി ഒക്കെ ഉള്ള സ്ഥലത്ത്. ബാക്കി എൻ്റെ ഫ്ലാറ്റ് വേറെ ഉണ്ടെങ്കിൽ പോലും ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ റിലേഷൻഷിപ്പിൽ കോഫൗണ്ടേഴ്സുമായിട്ടും ഒക്കെ പല കോഫൗണ്ടേഴ്സും ഇപ്പൊ കോഫൗണ്ടേഴ്സ് ഒക്കെ എന്നെ വന്നിട്ട് കണ്ടിട്ട് നമുക്ക് പുതിയൊരു സാധനം തുടങ്ങാം. ബിക്കോസ് ഐ എം നോട്ട് കണക്റ്റഡ് വിത്ത് ഫൗണ്ടർ, കോഫൗണ്ടർ ആയിട്ട്. അപ്പം എനിക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പം എപ്പോഴും ആളുകൾ ചോദിക്കും എങ്ങനെ ഒരു നല്ല കോഫൗണ്ടറെ കണ്ടുപിടിക്കാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും യു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 4 hours വിത്ത് ഹിം ഇൻ എ റൂം. അത് പോസിബിൾ ആണോ? അത് വർക്കൗട്ട് ആവുമെങ്കിൽ മാത്രം എന്ത് ചെയ്യണം മുമ്പോട്ട് പോകും. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് 3-4 ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇയാളോട്ട് അത് സെറ്റ് ആവില്ല, എങ്കിൽ പോവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് റിലേഷൻഷിപ്പിൽ ഇപ്പം വിത്ത് കോഫൗണ്ടേഴ്സ്, വിത്ത് എല്ലാ ടീമുമായിട്ട് ഇപ്പം എല്ലാവരുമായിട്ട് ലിജിഷായാലും വിനേഷായാലും ഒക്കെ ആയിട്ട് ഞങ്ങൾ കണക്റ്റഡ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് സമയം ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് റിലേഷൻഷിപ്പിൽ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ആളുകളെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. സൈലം ഒരു നമ്മുടെ ജോബ് സീക്കർ ആയിരുന്നു. MBBS ഒക്കെ പോലത്തെ കരിയർ ഒക്കെ ഒരു ജോബ് സീക്കിംഗ് കരിയർ ആണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ജോബ് ക്രിയേറ്റർ ആയിട്ടാണ് സൈലം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു നെക്സ്റ്റ് ഇവല്യൂഷൻ സ്റ്റെപ്പ് ഈ പറഞ്ഞ പുറത്തൊക്കെ ആണെങ്കിൽ പേപാൽ മാഫിയ എന്നൊക്കെ പറയും. ഇപ്പോൾ എലൻ മസ്കും അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ആൾക്കാരൊക്കെ അതിർ വന്നതാണ്. അപ്പോൾ സൈലം മാഫിയ നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം? കുറെ ആളുകൾ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നൊക്കെ തന്നെ ആഫ്റ്റർ എക്സ്പീരിയൻസ് ദേ ആർ സ്റ്റാർട്ടിങ് ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നവരുണ്ട്. ഐഡിയ ആയിട്ട് വന്നിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. എക്സ്പെക്ട് ചെയ്യാം ഒരുപാട് ആളുകൾ പുതിയ വെഞ്ചേഴ്സ്. ഈവൻ മീ പേഴ്സണലി അറ്റ് ദി ഏജ് ഓഫ് 50 മൈ ഡ്രീം ഈസ് ടു ബി പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു 5 brands എങ്കിലും. അത് പക്ക D2C ബ്രാൻഡ്. മണി എന്ന് പറഞ്ഞ സാധനത്തിന് എന്നെ എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യത്തിൽ. ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് റിയലൈസ് ചെയ്തതാണ്. ലൈക്ക് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണിക്ക് അപ്പുറത്തേക്കൊന്നും നമ്മളെ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ അല്ല. കാര്യം എനിക്ക് ഇപ്പൊ ഞാൻ കാറ് വാങ്ങി, പക്ഷെ പിന്നീട് എനിക്കത് മടുത്തു, ഐ സെയിൽ. പിന്നെ ഇനിയിപ്പോ എനിക്കൊരു കാറ് വാങ്ങണം എന്നൊരു ആഗ്രഹമേ ഇല്ല. അങ്ങനെ എനിക്ക് വണ്ടികളോട് അങ്ങനെ ഒരു താല്പര്യം എനിക്ക് പേഴ്സണലി ഇല്ല, സത്യത്തിലില്ല. പിന്നെ റെന്റഡ് ഹൗസിലാണ് ഞാൻ, എനിക്കതാണ് ഇൻട്രസ്റ്റ്. ഒരു ഹ്യൂജ് എമൗണ്ട് അങ്ങനത്തെ ഒരു സാധനത്തിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ടു ബിൽഡ് എ ബ്രാൻഡ്, ടു കണക്ട് വിത്ത് പീപ്പിൾ, അങ്ങനെ കൂടെ ആളുകളുടെ കൂടെ നിൽക്കുക, ക്രിയേറ്റീവായിട്ട് ചെയ്യുക കാര്യങ്ങള്, കണ്ടന്റുകൾ ബിൽഡ് ചെയ്യുക. അപ്പം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഞാൻ എല്ലാ പടവും ഫസ്റ്റ് ഡേ കാണുന്ന ആളാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു എന്റെ ഇപ്പൊ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല, കൂടുതൽ കോ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ, അവർ ഒരുമിച്ച് ഞങ്ങൾ പോവുക. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും തിരക്കുള്ള ഇടയിലാണെങ്കിൽ പോലും ഏത് പടവും ആദ്യത്തെ ദിവസം
ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയിരുന്ന് എന്ത് ചെയ്യുക കാണുക. മീൻസ് ഈവൻ മോർണിംഗ് ഷോയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണുക. അപ്പൊ അതൊക്കെയാണ് എന്നെ എന്ത് ചെയ്യുന്നത്, എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ലൈഫിൽ എത്രത്തോളം നാളെ ചെയ്തുകൊണ്ടിരിക്കുമോ അത് മുമ്പോട്ട് പോകാന്നുള്ളതാണ്. അപ്പം സക്സസിനെ കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എന്റെ സക്സസിൽ ഒരു 90% ആളുകളെങ്കിലും കാണുന്നവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് സക്സസിനെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന ലൈഫിൽ എന്റെ സക്സസ്, ഞാൻ സക്സസ്ഫുൾ ആയാൽ അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുമെന്നുള്ള തോന്നലിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. മറ്റുള്ളവർ സന്തോഷിക്കണം, അത് ചെയ്താലേ നമുക്കൊരു ഹാപ്പി ആയിട്ടും ഹാപ്പിനെസ്സിലെയും സന്തോഷത്തിലൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.